അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പ്രഗത്ഭരായ പ്രിയ സുഹൃത്തുക്കളായ സഖാഫിമാരെ, മറ്റു പണ്ഡിതന്മാരെ, നല്ലവരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് മർക്കസിലെ സമകാലികൻ രാമന്തളി അവർകൾ സൂചിപ്പിച്ചതുപോലെ കുറഞ്ഞ സമയം മാത്രമേ ഞങ്ങൾക്കിവിടെ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച ഭാഗത്തു നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ഉസ്താദായിരുന്ന കാന്തപുരം അവർകൾ അദ്ദേഹത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കാലത്ത് സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട കണ്ണിത്തുസ്താദും അദ്ദേഹത്തെ സ്വീകരിച്ചു. ആ സ്വീകരണം ഒരിക്കലും അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല. കാരണം അന്ന് അദ്ദേഹം ഒരു പരിധിവരെ സത്യസന്ധനായിരുന്നു, പ്രഗത്ഭനായിരുന്നു, നിഷേധിക്കുന്നില്ല. അതേസമയം അദ്ദേഹം വലിയ കള്ളന്മാരെ കൂടെ കൂടിയപ്പോൾ, അല്ലെ കള്ളന്മാർ അദ്ദേഹത്തോടെ കൂടെ കൂടിയപ്പോൾ അദ്ദേഹത്തിന് വലിയ മാറ്റം പറ്റി. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന വലിയ പെരുങ്കള്ളൻ, പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ പേരോടെന്ന് പറയുന്ന മറ്റൊരു കള്ളൻ, PP എന്ന് പറയുന്ന മറ്റൊരു കള്ളൻ, ഇങ്ങനെ ഒരുപാട് കള്ളന്മാരെ കൂടെ അദ്ദേഹം കൂടിയപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അവരുടെ സ്വഭാവത്തിലേക്ക് അദ്ദേഹത്തിലേക്ക് പകർന്നു. ഇന്ന് അദ്ദേഹം ഒരു വലിയ മുഴുക്കള്ളനായി ഇദ്ദേഹവും മാറി എന്ന് മാത്രം. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. പലരും പറയും, എന്നിട്ട് അദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിച്ചില്ലേ, ശംസുൽ ഉലമ സ്വീകരിച്ചില്ലേ, കണ്ണിയത്തുസ്താദ് സ്വീകരിച്ചു. പക്ഷെ അവർക്ക് അന്ന് ഒരിക്കലും തെറ്റുപറ്റിയില്ല. അന്ന് അദ്ദേഹം ഒരു പരിധിവരെ മാന്യനായിരുന്നു. ആ മാന്യത മുഴുവനും തകർത്തെറിഞ്ഞു ഈ കള്ളന്മാരോട് കൂടിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ഏറ്റവും മോശപ്പെട്ടവരായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അദ്ദേഹം തിരുകേശത്തിന് വേണ്ടി തിരുവള്ളി നിർമ്മിക്കാൻ രാജ്യത്തൊന്നായിട്ട് നടന്നു പിരിവ് നടത്തി. ഇപ്പോൾ തിരുചട്ടിക്ക് അദ്ദേഹം തിരു അടുപ്പ് നിർമ്മിക്കാൻ പരിശ്രമിക്കുകയാണ്. ഇങ്ങനെ എന്തെല്ലാം വേണ്ട വൃത്തികൾ, ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത, ബുദ്ധിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുമായി മുന്നിട്ട് വരേണ്ട, സമൂഹത്തെ സമീപിക്കേണ്ട ദൗർഭാഗ്യകരമായ ഒരവസ്ഥയിൽ അദ്ദേഹം എത്തിപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തെ ഒരു കാലത്ത് സ്വീകരിച്ച, അദ്ദേഹത്തിന് മാന്യത നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാരെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി അഹങ്കാരത്തിന്റെയും അഹന്തതയുടെയും മേഖലയിലേക്ക് അദ്ദേഹം ഈ കള്ളന്മാരോടൊപ്പം പ്രവേശിച്ചതിന്റെ പേരിലാണ് അതിന്റെ അനന്തരഫലം അനുഭവിക്കുക മാത്രമല്ല, അത് സമൂഹത്തിന് പാഠമാകുന്ന വിധത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച് മാത്രമേ ഇവിടുന്ന് വിടവാങ്ങുകയുള്ളൂ എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.